ഇപ്പൊ നമ്മളിപ്പോൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ ഒരു 85% പ്രൈമറി അസറ്റ്സും ലാൻഡ് ബിൽഡിംഗ് തന്നെയാണ്. നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ലാൻഡ്. ദൈവം എന്ത് ലോകത്തിന് തന്നോ അത് അത്രത്തിനുള്ളൂ. ഒരാൾക്ക് ലാൻഡ് പുതിയത് ഉണ്ടാക്കാൻ കഴിയും. കേരളം എന്താണ്, കേരളത്തിന്റെ ഭൂപ്രകൃതി എന്താണ്, കേരളത്തിന്റെ സാധ്യതകൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അവരും വലിയ ഫാക്ടറികളെ കുറിച്ച് ചിന്തിക്കേണ്ട. ടാൽറൂപ്പിൻ്റെ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ ഇന്ന് വരികയാണ്. ഇത് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് മറ്റാരുമല്ല, നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മാൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന നമ്മുടെ സുലൈമാൻ കാരാട്. അപ്പോൾ ശരിക്ക് ടാൽറൂപ്പിൻ്റെ കോൺസെപ്റ്റ് കേരളത്തിൽ ഒരു വലിയ ഡെവലപ്മെൻറ്റ്സ് സിലിക്കൺ വാലി മിഷനിൽ കൊണ്ടുവരുമ്പോൾ എഡ്യൂക്കേഷൻ, IT, സ്റ്റാർട്ടപ്പ്, ടൂറിസം, ഹെൽത്ത് കെയർ, ഈ മേഖലയിലേക്ക് ഭയങ്കരമായ സാധ്യതയുണ്ട്. പക്ഷേ എങ്ങനെ ടാൽറൂപ്പ് ഇപ്പോൾ ടെക്നോളജിയിൽ പറഞ്ഞാലും അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റ്സ് പറഞ്ഞാലും എൻഡ് ഓഫ് ദി ഡേ ഇതിൻ്റെയൊക്കെ പ്രോജക്റ്റുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ലാൻഡ് വേണം. നമ്മൾ വലിയൊരു IT പാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം, റിയൽ എസ്റ്റേറ്റിൽ അത്രമേൽ എക്സ്പെർട്ടൈസ് ഒരാൾ നമ്മുടെ കൂടെ ഇല്ലാതെ, ടാൽറൂപ്പിൻ്റെ കൂടെ ഇല്ലാതെ ടാൽറൂപ്പിൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല. അത് ആര് എന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരമില്ല. അങ്ങനെയാണ് നമ്മളിന്ന് ഈ ഒരു ഡിസ്കഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ടാൽറൂപ്പിൻ്റെ ഒരു വലിയ പാർട്ട്ണറായിട്ടുള്ള കാരാടൻ ലാൻഡ്സിൻ്റെ സുലൈമാനിക്കായെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ടാൽറൂപ്പിൻ്റെ ആളായി, ടാൽറൂപ്പിൻ്റെ പാർട്ട്ണറായി, അല്ലെങ്കിൽ ടാൽറൂപ്പിൻ്റെ ഒരു കൊളാബറേറ്ററായിട്ട് പരിചയപ്പെടുത്തുന്നത്. വെൽക്കം സുലൈമാനിക്ക. താങ്ക് യു. ഓക്കെ, അങ്ങനെ എന്താണ് നമ്മുടെ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മാൻ ഓഫ് കേരള എന്നുള്ള ഒരു ബ്രാൻഡ്, അത് എങ്ങനെ നോക്കിക്കാണുന്നു? എന്തായാലും വളരെ സന്തോഷം. നല്ല ചോദ്യമാണ്. പിന്നെ നിങ്ങൾ അതിൻ്റെ ഇടയിലൊന്ന് പറഞ്ഞു, വേൾഡിൽ എല്ലാ സ്ഥലത്തും, എല്ലാ രാജ്യത്തും, ചൈന അടക്കല്ലേ, ഓസ്ട്രേലിയ, ദുബായ് ആകട്ടെ, എല്ലായിടത്തും റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡാണ് പ്രധാനം. എന്തിനും ലാൻഡ് വേണമെന്നിപ്പോൾ സഫീറിൻ്റെ വായന വന്നല്ലോ. സത്യത്തിൽ അതൊരു ശരിയാണ്. ഒരു പ്രൊജക്റ്റ് ഇവിടെ കേരളത്തിൽ തുടങ്ങുകയാണെങ്കിൽ ആദ്യം ചില ആൾക്കാർ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ഷോപ്പിംഗ് മാള് അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ ടാൽറൂപ്പിനെ പോലത്തെ സ്റ്റാർട്ടപ്പുകൾ വന്നപ്പോൾ കുറേ മേഖലയിലേക്ക് ലാൻഡ് ആവശ്യമാണ്. IT സെക്ഷൻ തന്നെ. അപ്പോൾ അതിന് കേരളത്തിൽ നല്ല എൻക്വയറീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മേഖലയാണ് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് തിരഞ്ഞെടുത്തിട്ടില്ല. പഴയ കാലത്തെ ആ ഒരു ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, അത് വാടക കൊടുക്കുക എന്നുള്ളതിലുപരി ഇപ്പോൾ ഈ IT പാർക്കുകൾ വന്ന് ലാൻഡുകൾക്ക് കുറേ, ഇപ്പോൾ കൊച്ചിയിൽ തന്നെ, കൊച്ചി, വിഴിഞ്ഞം, അവിടെയൊക്കെ ലാൻഡുകൾ ഇപ്പോൾ വേറെ റേഞ്ചായി പോയി. വിഴിഞ്ഞൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലാത്തൊരു സ്ഥലത്ത് അദാനി കൊടുത്തിട്ട് അത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ ലാൻഡ് ഭയങ്കര പ്രൈസ് കൂടിപ്പോയി. അങ്ങനെ പ്രൊജക്റ്റ് വരുന്ന ഇപ്പോൾ കേരളത്തിലെ കൊച്ചിയിലും ആട്ടെ, എല്ലാ സ്ഥലത്തും ലാൻഡുകൾക്ക് അപ്രിസിയേഷൻ കുറേ വന്നു തുടങ്ങി. അത് നിങ്ങളെപ്പോലത്തെ സ്റ്റാർട്ടപ്പുകളുടെ ഒരു വലിയ കടന്നുകയറ്റമാണത് ഇന്നത്തെ കാലത്ത്. ഷഫീറെ, ഞാൻ പറയട്ടെ, കുട്ടികൾ നമ്മൾ ആദ്യം വിചാരിക്കും 10 ഏക്കർ ഉള്ളവനാണ് പണക്കാരൻ. ഇപ്പോൾ ഒരു വീടും സ്ഥലവും റബ്ബറും തോട്ടമൊക്കെ ഉള്ള ഒരു കാലഘട്ടം ഓർമ്മയുണ്ട്. അതായിരുന്നു വലുതെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ 2025 വന്നപ്പോൾ ടെക്കില്, അപ്പോൾ നിങ്ങളടുത്തൊക്കെ ഒരു വാല്യൂ, അതിൻ്റെ വാല്യൂ കണക്കാക്കാൻ പറ്റില്ല. നിങ്ങളുടെ കമ്പനീൻ്റെ വാല്യൂ ഇപ്പോൾ എത്ര കോടികൾ മതിക്കണം എന്നുള്ള അങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ആ ഒരു ടെക്കിലേക്ക് വന്നപ്പോൾ തന്നെ ആൾക്കാരുടെ ഇതും പയ്യന്മാരുടെ ഒക്കെ ഇമേജും ഒക്കെ കൂടി. ഇപ്പോൾ യൂട്യൂബേഴ്സ്, അങ്ങനെയുള്ള ഫോളോവർമാർ, ഇൻഫ്ലുവൻസ്, അവരൊക്കെ വേറെ റേഞ്ചായി പോയി. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പാതയിൽ നിന്ന് മാറി ലാൻഡ്, വീട്, ഒരു കാറ് എന്നൊക്കെ അതിലോടത്ത് നിന്ന് മാറി വേറെ ടെക്കിലേക്ക് പോയി ആൾക്കാർ. അപ്പോൾ അതിന് ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാർ ഉപയോഗശൂന്യമായിട്ടുള്ള ലാൻഡുകൾ എടുത്തിടുന്നില്ല, ഉപയോഗിക്കാൻ പറ്റിയ ലാൻഡുകളാണ് എടുക്കുന്നത്. ഇനി അതിൽ വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ദുബായ്, ഓസ്ട്രേലിയ, ലണ്ടൻ, അമേരിക്ക ഒക്കെ താമസിക്കുന്ന ആൾക്കാരത്ത് ഇവിടെ യൂസ് ഇല്ലാത്ത കുറേ ലാൻഡുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ടാൽറൂപ്പിനായിട്ട് ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനത്തെ ലാൻഡുകൾക്ക്
ഒരു പരിഹാരമായിട്ട് വരും. അതൊക്കെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ കാണുന്ന ഒരേ കാഴ്ചപ്പാടല്ല. നിരവധി ടെക്കിലൂടെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ക്യാഷ് ആക്കി എടുക്കാൻ പറ്റും. ഈ ഒരു ഇപ്പൊ ജനറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഒരു 65 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ലാൻഡിനോടായിരുന്നു താല്പര്യം. ഇപ്പോഴത്തെ പുതിയ പയ്യന്മാർക്ക് കുറച്ച് ലാൻഡ് വേണമെന്ന് വെച്ചാൽ വെറുതെ ആവശ്യമില്ല അവർക്ക്. അവർ ടെക്നോളജിയാണ് ഇപ്പോൾ അവർ നോക്കുന്നത്. മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ കുറേ ലാൻഡുകൾ കേരളത്തിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ല, കോട്ടയം, ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം, കാസർഗോഡ്, ഇതൊക്കെ ഇപ്പോൾ ഓരോ സംഭവത്തിന് ഉപയോഗിച്ചു വരിക. ഈ ഒരു 2030 കൂടിയിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ, അതിലേക്കൊക്കെ ഈ ലാൻഡുകൾ വന്നുകൊണ്ടിരിക്കണം. പുതിയ നിങ്ങളെ ഈ ടെക്കിൻ്റെ ഇതിൽ. അപ്പോൾ അതാണ് നമുക്ക് ഈ ടാൽട്രോപ്പിനെ പോലത്തെ ഒരു സംഗതിയിൽ റിയൽ എസ്റ്റേറ്റിനെ എങ്ങനെ കൊണ്ടുവരാമെന്ന് നിങ്ങളുടെ കൂടെ ഒരു യാത്രയിൽ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ, ഇതൊന്നും അല്ലല്ലേ റിയൽ എസ്റ്റേറ്റ്. ഈ പയ്യന്മാരുടെ കൂടെ കൂടിയിട്ട് ചിന്തകൾ മാറ്റിയാൽ പല മേഖലയിലേക്കും പോകും. നമുക്ക് അറിയാത്ത മേഖലയാണ് പിന്നെ ടാൽട്രോപ്പ് എന്നൊക്കെ നമുക്ക് നിങ്ങളുടെ സംസാരത്തിനൊക്കെ നമുക്ക് അതൊക്കെ നമ്മൾ ക്യാച്ച് ചെയ്തു. മനസ്സിലായി. ഈ പുതിയ കുട്ടികൾ യങ്സ്റ്റർ അവർക്ക് ഇതാണ് ആവശ്യം. ഇപ്പോൾ നിങ്ങൾ ഒരു പയ്യനോട് വിളിച്ചിട്ട് ഒരു 10 ഏക്കർ റബ്ബറുണ്ട്, നീ അത് നോക്കി നടക്ക്, അത് വെട്ടി പാലെടുത്തു എന്ന് പറഞ്ഞാൽ 85-84 കാലഘട്ടങ്ങളിൽ ആവശ്യമാണ്. 2005 ഒരു പയ്യന് വേണ്ടാന്ന് പറയും. അപ്പൊ ടെക്നോളജിയാണ് ആവശ്യം. അതുകൊണ്ടാണ് നമ്മളും അതിലേക്ക് ഈ പ്രായത്തിലും നമ്മൾ കടന്നു വരുന്നത്. അതെ. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യയുടെ കാര്യം പറഞ്ഞാൽ ഒരു 85% പ്രൈമറി അസറ്റ്സും ലാൻഡ് ബിൽഡിംഗ് തന്നെയാണ്. ഒരു 9% അസറ്റ്സ് ആണ് ഗോൾഡിൽ വരുന്നത്. ബാക്കി ഒരു 6% ഡിജിറ്റൽ അസറ്റ്സുകൾ, നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കാണുന്ന സംഭവം. അപ്പോൾ ഇതാണ് മാറാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 6% ഡിജിറ്റൽ അസറ്റ്സുകൾ ഈ 85% ഫിസിക്കൽ അസറ്റ്സും കമ്പൈൻ ആകാൻ പോവാണ്. അതായത് പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ കിംസിൻ്റെ കാര്യം പറയുമ്പോൾ കിംസ് ഒരിക്കലും ഇനി ആ സ്ഥലവും ബിൽഡിംഗ് ആയിട്ട് വിൽക്കത്തില്ല. അത് കിംസ് എന്നുള്ള ബ്രാൻഡാണ്. അപ്പം മുമ്പ് ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇപ്പോൾ ബ്രാൻഡായി. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു വെറുതെ കിടക്കുന്ന ഒരു ലാൻഡ്, ആ ലാൻഡിലേക്ക് അവിടെ ഒരു ബ്രാൻഡഡ് ആയിട്ടൊരു പ്രോജക്റ്റ് വരുന്നു. ആ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ മേ ബി നടക്കുന്ന റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ IT പാർക്ക് ആയിരിക്കാം. അതിനാണ് പിന്നീട് വിലയിടുന്നത്, ആ ബ്രാൻഡിനാണ് പിന്നീട് വിലയിടുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ അസറ്റ്സുകൾ ഡിജിറ്റൽ അസറ്റ്സുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വെറും സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ടെക്നോളജി പ്രൊഡക്റ്റ് എന്നതിനപ്പുറം അതൊക്കെ മാറി. ഇനി എന്ത് ചെയ്യണം, ഫിസിക്കൽ അസറ്റ്സും കൂടി കണക്ട് ചെയ്യപ്പെടുന്ന ഡിജിറ്റൽ അസറ്റ്സുകൾ വേണം. വെറും ഒരു സോഫ്റ്റ്വെയർ എന്നതിനപ്പുറത്തേക്ക് എവിടെയാണ് നിങ്ങളുടെ ഏരിയ, നിങ്ങളുടെ റിസർച്ചിൻ്റെ ഏരിയ എങ്ങനെയാണ്, അതിൻ്റെ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഏരിയ എവിടെയാണ്, അവിടെ ഇരിക്കുന്ന വർക്ക് ചെയ്യുന്ന ഏരിയ, ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്ന അസറ്റ്സിന് വാല്യൂ വരുന്നത്. അപ്പോൾ ഇതൊരു വലിയ സാധ്യതയാണ്. ഇപ്പോൾ ടാൽട്രോപ്പും കാണുന്ന ഒരു വലിയ സാധ്യത തന്നെയാണ്. ഇപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞാൽ കേരളത്തിന് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊരു ബ്രാൻഡുണ്ട്. പക്ഷേ ഇപ്പോൾ ഇൻ്റർനാഷണലി ഇപ്പോൾ എത്രയോ രാജ്യങ്ങളിൽ നമ്മുടെ ആളുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റഡി അബ്രോഡ് വഴി ഒരു 7000 പേര് കാനഡയിൽ പോയി എന്ന് പറഞ്ഞാൽ, ഒരു വർഷം പോയി എന്ന് പറഞ്ഞാൽ, ആ 7000 പേർക്ക് നമ്മളൊരു ആപ്പ് കൊടുത്ത് ഒരു ലോഗിന് കൊടുത്തു കഴിഞ്ഞിട്ട് കേരളത്തിലെ ഓരോ ടൂറിസം പ്ലേസുകൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ കെയർ ഓഫിൽ ടൂറിസ്റ്റുകൾ ഇവിടെ വരും. ഈ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൂറിസത്തിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്, ഇനിയും 5-star ഹോട്ടൽസുകൾ വേണം, അതോടൊപ്പം വേറെ ടൂറിസം സ്പോട്ടുകൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഭയങ്കരമായ സാധ്യതയുണ്ട്. അപ്പോൾ ഡിജിറ്റൽ അസറ്റ്സും ഈ ഫിസിക്കൽ അസറ്റ്സും കമ്പൈൻ ചെയ്യപ്പെടണമെന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ടൂറിസം സാധ്യതയൊക്കെ എത്ര % നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവും? സുലൈമാനിക്കയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എത്രയുണ്ടാവും? നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ ആദ്യം ഒരു കാര്യം പറയാം. ഈ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ലാൻഡ്. ദൈവം എന്ത് ലോകത്തിന് തന്നോ അത് അത്രത്തിനുള്ളൂ. ഒരാൾക്ക് ലാൻഡ് പുതിയത് ഉണ്ടാക്കാൻ കഴിയുന്നത്, കാടുകളെ വെട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ കടലുകളെ നിരത്തുന്നുണ്ട്, ഇതല്ലാണ്ട് പുതുതായിട്ടൊരു സംഗതി വരുന്നില്ല. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവം ലാൻഡിന് എന്നും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞ ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ ബ്ലാക്ക് സ്റ്റോൺ പോലത്തെ കമ്പനികൾ അമേരിക്കയിൽ നിന്നും ഇവിടുന്നൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നത് കേരളത്തിലെ ഹോസ്പിറ്റലുകളാണ്. ഇപ്പോൾ 3-4 ഹോസ്പിറ്റൽ അവർ ടേക്ക് ഓവർ ചെയ്തു. അറിയാമല്ലോ, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അത് ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ഇവിടെ ഓപ്പണാക്കി കേരള ഗവൺമെൻറ് കൊടുത്തു. എത്രയോ വർഷങ്ങൾ മുമ്പ് വരേണ്ടതാ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലണ്ടനിലും മറ്റോടത്തൊക്കെ പോയി ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ വരും. അപ്പോൾ അവിടേക്ക് ലാൻഡ് വരൽ തുടങ്ങി. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ടൂറിസം മേഖല ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി തന്നെ. ഈ വിഴിഞ്ഞെന്ന് പറഞ്ഞ സ്ഥലം ഏതാണ്ട് സഫീറിൻ്റെ നാടിൻ്റെ അടുത്തൊരു സ്ഥലമാണ്. അവിടെ ഡെപ്ത് 40 or 30 above മീറ്റർ ഡെപ്താണ്.
ഏറ്റവും വലിയ ഷിപ്പ് വരുന്ന ഒരു ലാൻഡായിട്ട് ഇത്രയും കടൽ കേരളത്തിലുണ്ടായിട്ട് ആ വിഴിഞ്ഞത്തിൻ്റെ ഒരു ഭാഗ്യം നോക്കണം. ആ വിഴിഞ്ഞത്ത് അത്രയും അദാനിക്കൊരു ധൈര്യം വന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ കംപ്ലീറ്റ് ഒരു 40 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ ബൂമിങ് വന്നു. കറക്റ്റ് ലാൻഡ് ബൂമിങ് വന്നു. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ അതാ. തൊട്ടപ്പുറത്ത് തമിഴ്നാട് 5 കിലോമീറ്റർ പോയാൽ അത് നമുക്കാ കിട്ടിയത് ആ ഭാഗ്യം. ലോകത്തിലെ ഏറ്റവും വലിയ നല്ലൊരു പോർട്ടായിട്ട് നമുക്ക് കിട്ടിയുള്ളൂ. അത് ദൈവത്തിൻ്റെ ഒരു ഗോഡ്സ് ഓൺ കൺട്രി. ഇനിയും തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഡെപ്തില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ടൂറിസത്തിൽ ഇപ്പോൾ വയനാട്, ഇടുക്കി എല്ലാ സ്ഥലത്തും ഞങ്ങളെ നിലമ്പൂർ മേഖല ഒരു വലിയ ഒരു പുഴകൾ വരുന്ന 5-6 പുഴകൾ വരുന്ന ഒരു സ്ഥലമാണ്. അതിനെ ടൂറിസ്റ്റാക്കി. അപ്പോൾ എല്ലാ സ്ഥലവും ഭയങ്കര ചാൻസാണ്. ബീച്ചാണെങ്കിലും കായലാണെങ്കിലും ആലപ്പുഴ ആണെങ്കിലും എല്ലാത്തിനും ഇതിനൊക്കെ വേണ്ടത് നിങ്ങൾ പറഞ്ഞു. സഫീർ അവിടെയും സഫീർ പറഞ്ഞു 5 സ്റ്റാർ ഹോട്ടലുകളാണ്. ഇതിനും വേണം ലാൻഡുകൾ. ഇപ്പോൾ പൂവാറ് മുതൽ കേരളത്തിൻ്റെ ബോർഡർ തുടങ്ങിയിട്ട് കാസർഗോഡ് വരെ മറ്റേ 5 സ്റ്റാർ താജും ഇവിടെയൊക്കെയാണ് നമ്മളെ കാസർഗോഡുള്ളത്, അറിയില്ലേ? പിന്നെ അവിടെ അപ്പോൾ അത്തരം ഹോട്ടലുകൾ ഇനിയും ചാൻസ് വളരെ അധികം. കാരണം ദിവസം തോറും വളർന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ 4-5 മേഖലയിൽ ഇനിയും കേരളം വളർന്നുകൊണ്ടിരിക്കുക. ഹോസ്പിറ്റല്, മറ്റേ ടെക്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ, പിന്നെ അങ്ങനെ ടൂറിസം വളർന്നു. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈ ലാൻഡ്. അപ്പൊ എന്നും പിന്നെ ടാൽഡ്രോപ്പിന്റെ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ ടാൽഡ്രോപ്പിന്റെ ഇത് വേറൊരു സംഭവമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് തന്നെ ഞാൻ കേട്ടു. പിന്നെ നിങ്ങളെ പിന്നെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഞാൻ പോയി കാണാറുണ്ട്. അത് എന്താ പറയാ, നമ്മളൊന്നും കാണാത്തയും അറിയാത്തയും മേഖല. ചൈനയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്, കുട്ടികളെ പഠിപ്പിക്കുന്ന സംഗതികൾ, ഇപ്പോൾ എന്തുകൊണ്ട് ഇതാ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ ഓരോരോ ഡെയിലി ആ കുട്ടികൾക്ക് എന്തുണ്ടോ അവരുടെ മൈൻഡിൽ അതിനെ പുറത്തേക്ക് എടുത്തിട്ട് വരക്കാനാണോ, ഉണ്ടാക്കാനാണോ, ചെടി ഉണ്ടാക്കാനാണോ, മൈക്ക് ഉണ്ടാക്കാനാണോ, ഇതിനെ അവരുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വില്ലേജുകൾ 140ഓളം വില്ലേജുകളായി. വില്ലേജ് പാർക്ക് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനൊക്കെ എത്രമാത്രം സഫീറ ഗുണങ്ങളുണ്ടെന്നറിയോ? ഐ എം റിയലി, ഞാൻ പറയട്ടെ, അവർക്കൊക്കെ അവരെ ചെറിയ സ്ഥലത്ത് നിങ്ങളുടെ ഈ ടെക് എത്തി, നിങ്ങളുടെ സ്പീച്ച് എത്തിയാൽ ആ കുട്ടികൾ വേറെ റേഞ്ച് ആകാം. മറ്റേത് അവർക്ക് എന്താ പറയുക, BSc നഴ്സിംഗ്, BCom, കമ്പ്യൂട്ടർ, ഈ 3-4-5 സാധനങ്ങളെ ഇവർക്ക് അറിയുള്ളൂ. ഇപ്പം അതിൻ്റെ അപ്പുറം 3 മാസത്തെ കോഴ്സ്, 6 മാസത്തെ കോഴ്സിലൊക്കെയാണ് കുട്ടികൾ വരുന്നത്. അപ്പോൾ എന്തായാലും വളരെ അധികം സന്തോഷം. കാരണം വെച്ചാൽ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിങ്ങളോട് കൈകോർക്കാൻ പറ്റിയില്ലേ, ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബ്ലാക്ക് റോക്കിൻ്റെ കാര്യം പറയുമ്പോൾ ബ്ലാക്ക് റോക്കൊക്കെ വേൾഡിലെ ഏറ്റവും വലിയൊരു ആസറ്റ് മേക്കിംഗ് കമ്പനീസ് ആണെന്ന് പറയാം. കാര്യം അവരിലാണ് ലോകത്തുള്ള എല്ലാ അസറ്റ്സുകളുടെയും ഓണർഷിപ്പ് ഉള്ളത്. അപ്പോൾ സത്യത്തിൽ നമ്മൾക്കും ഇതുപോലുള്ള അസറ്റ്സ് മേക്കിംഗ് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ടാൽഡ്രോപ്പ് ഒരു ഡിജിറ്റൽ അസറ്റ് മേക്കിംഗ് കമ്പനിയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഓക്കെ, ഇലോൺ മസ്ക് എവിടെ നിന്നാണ് പൈസ ഉണ്ടാക്കി? ഇപ്പോൾ പേയ്പാൽ ഉണ്ടാക്കി വിറ്റതാണ്. ഇതുപോലുള്ള പേയ്പാൽ ഉണ്ടാക്കാനും വിൽക്കാനും നമുക്കും പറ്റും. കുറേ ലാർജ് അസറ്റ്സുകൾ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്വിഗ്ഗി, കർണാടകയിൽ ഒരു പയ്യൻ ഉണ്ടാക്കിയ സ്റ്റാർട്ടപ്പിൻ്റെ വില 1 ലക്ഷം കോടിയാണ്. ഈ 1 ലക്ഷം കോടിയുടെ 10% എന്ന് പറഞ്ഞാൽ 10,000 കോടിയായി. അതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ 1000 കോടിയായി. അതായത് ചോദ്യം ഇതാണ്, 1000 കോടി വലിപ്പമുള്ള കർണാടകയിൽ ഒരു പയ്യൻ ഉണ്ടാക്കിയ സ്റ്റാർട്ടപ്പിൻ്റെ 1% വലിപ്പം ഉണ്ടാക്കുന്നവർ കേരളത്തിൽ ഇല്ലയെന്ന് വെച്ചാൽ ഉണ്ട്. ആ മാർക്കറ്റ് ഇതുവരെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ്. ആ മാർക്കറ്റ് നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നമുക്ക് 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരു സ്റ്റാർട്ടപ്പ്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ ഈ സ്വിഗ്ഗിയുടെ 1% വലിപ്പമുള്ള ഒരു കമ്പനി ഉണ്ടാക്കാനുള്ള കുട്ടികളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു കോളേജ് എടുത്തിട്ട് ഒരു സ്റ്റാർട്ടപ്പ്, ഏതെങ്കിലും ഇൻഡസ്ട്രി, അഗ്രികൾച്ചറിലോ ഹെൽത്ത് കെയറിലോ അല്ലെങ്കിൽ ഫാഷനിലോ അല്ലെങ്കിൽ എന്താണ് എൻ്റർടൈൻമെൻറ്റിലോ, ഏത് വ്യത്യസ്ത ഇൻഡസ്ട്രി, ടാൽഡ്രോപ്പ് ഒരു 28 ഇൻഡസ്ട്രി പറഞ്ഞു ഒരു 5 സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി 140 സ്റ്റാർട്ടപ്പ് ആവും. 1000 കോടി ഉണ്ടാക്കിയാൽ 1,40,000 കോടിയുടെ ബിസിനസ്സാണ്. ഈ 1,40,000 കോടിയുടെ കച്ചവടം ചെയ്യണമെങ്കിൽ സാധാ കച്ചവടം ചെയ്തിട്ട് കാര്യമില്ല, അത് വ്യത്യസ്തമായിട്ട് ചെയ്യണം. എന്നാൽ 10%-ലേക്ക് എത്തിയാലോ? ഇത് എന്ത് ചെയ്തു? മാറി 14 ലക്ഷം കോടിയായി. നമ്മൾ പറഞ്ഞതിനൊക്കെ അങ്ങ് സ്വിഗ്ഗി പോലെ എത്തിക്കഴിഞ്ഞാലോ വേറെ ലെവലായി ഈ സാധനം. അപ്പോൾ നമ്മൾ പറയണത് അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിന് നമ്മൾ ഈ ലാൻഡുകളുമായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പോൾ IT പാർക്ക് കേരളത്തിലേക്ക് വരണം, സ്റ്റാർട്ടപ്പ് ഹബ്ബുകൾ കേരളത്തിൽ വരണം. കാര്യം കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ വലിയ വ്യവസായശാല ചെയ്യാൻ പറ്റിയ മണ്ണല്ല. ഇപ്പോൾ പല ആളുകളും പറയും BMW എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല? BMW ഒന്ന് പോർട്ടിനടുത്ത് 500 ഏക്കർ ചോദിച്ചാൽ ഒരു ഗവൺമെൻറ്റും എടുത്ത് കൊടുക്കത്തില്ല. നാഷണൽ ഹൈവേക്ക് എടുത്ത് ഒരു 500 ഏക്കർ ചോദിച്ചാൽ കൊടുക്കത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ NH-ൻ്റെ സൈഡിൽ, ഇപ്പുറത്തെ സൈഡിൽ മറ്റേ എയർപോർട്ടിൻ്റെ അടുത്ത് വേണമെന്ന്
പറഞ്ഞാലൊന്നും എടുത്തു കൊടുക്കാൻ നമ്മുടെ ലാൻഡ് ഇല്ല. പക്ഷേ കാര്യം എന്താണ്, ആളുകളുടെ 10 സെന്റ് 20 സെന്റ് 50 സെന്റ് ഒരേക്കറായിട്ട് കിടക്കുകയാണ്. പക്ഷെ ഇതേ സാധനം തമിഴ്നാട് ചോദിച്ചാലോ ഒറ്റ ആളിനെ അവർക്ക് എടുത്തു കൊടുക്കാം, അല്ലെ 2 പേരുടെ എടുത്ത് കൊടുക്കാൻ പറ്റും. കർണാടകയിൽ അതെ, ഇത് അപ്പോൾ കേരളത്തിന്റെ ആളുകൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ ഭൂപ്രകൃതി ഒരു 35% ലാൻഡേ നമുക്ക് യൂസ് ചെയ്യാനുള്ളൂ. നമ്മുടെ നദികളും മലകളും വനങ്ങളും ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ലാൻഡാണ്. ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്, ഡെൻസിറ്റി ഭയങ്കര ജനസാന്ദ്രത ഭയങ്കര കൂടുതലാണ്. അപ്പം നമ്മൾക്ക് കുടിൽ വ്യവസായങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കുന്ന ടൈപ്പ് ഓഫ് ബിസിനസ്സുകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, വലിയ വ്യവസായശാലകളല്ല. അപ്പോൾ പിന്നെ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. കാര്യം 365 ദിവസം സുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഈ മണ്ണിലാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ 40% സമയം ഐസായിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത രാജ്യങ്ങളാണ് ഇപ്പോൾ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. ആ യൂണിവേഴ്സിറ്റി ഇവിടെ വരണ്ടേ? ജപ്പാനിലെ ടീച്ചർ പഠിപ്പിക്കാൻ ഇവിടെ വരണ്ടേ? അതെ, ആഫ്രിക്കയിലെ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരും. പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി വരാൻ പറ്റുന്ന ലാൻഡുകൾ ഐഡന്റിഫൈ ചെയ്യണം. കേരളത്തിലെ ഓരോ സംവിധാനം 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ലാൻഡ് ഐഡന്റിഫൈ ചെയ്തു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്മുടെ ആളുകളെ വിശ്വസിപ്പിക്കണം. എന്താണ് ഇതൊക്കെ ഇവിടെ വരും എന്നുള്ള കാര്യം നമ്മൾ അവരെ വിശ്വസിപ്പിക്കണം. അത് വരാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കണം. ഇപ്പം നൈറ്റ് ലൈഫ്, എല്ലാ സിറ്റിയും ഒരു 10 മണിയാകുമ്പോൾ ഉറങ്ങരുത്, ഉണർന്നിരിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയാണ്. മനസ്സിലായില്ലേ? പ്രകാശം ഉണ്ടാക്കിയാണ്. കാര്യം ഒരാൾക്ക് പുറത്തുനിന്ന് ഒരാൾക്ക് വരാൻ പറ്റുന്ന ഒരു നാടാണോ എന്ന് ആലോചിക്കണം. നമുക്ക് ഓക്കെ ആയിരിക്കും, നമ്മൾ യൂസ്ഡ് ആണ്, നമ്മൾ കംഫർട്ടാണ്. പക്ഷെ പുറത്തുനിന്നുള്ള ഒരാൾക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം നാട്ടിലുണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പതിയെ നമുക്ക് ഗവൺമെൻറ് അഫിലിയേഷനും ലൈസൻസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് വരും. യൂണിവേഴ്സിറ്റീസ് വന്നാൽ ജപ്പാനിലെ ടീച്ചർ പഠിപ്പിക്കാനും ഇവിടെ വരും, ആഫ്രിക്കയിലെ കുട്ടി പഠിക്കാനും വരും. ഇവരിവിടെ വൺസ് വന്നു തുടങ്ങിയാലോ പതിയെ ടൂറിസം ഡെവലപ്പായി തുടങ്ങും, ഇവരുടെ പാരൻസും ഒക്കെ വന്നു തുടങ്ങും. ഇങ്ങനെയാണ് നമുക്കൊരു ഡെവലപ്മെൻറ്റ്സിലേക്ക് പോകാൻ കഴിയുന്നത്. അപ്പോൾ ലാൻഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. റൈറ്റ് ലാൻഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിക്ക് പറ്റുന്ന, IT പാർക്കിന് പറ്റുന്ന, സ്റ്റാർട്ടപ്പ് ഹബ്ബിന് പറ്റുന്ന, അല്ലെങ്കിൽ ഇപ്പം ഹെൽത്ത് കെയർ ഹബ്ബ്, വേൾഡിൻ്റെ ഹെൽത്ത് കെയർ ഹബ്ബാകാൻ നമുക്ക് പറ്റും. ലോകത്തിലെ ഏറ്റവും അഫോർഡബിൾ ഹെൽത്ത് കെയർ കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ നാട്. നമുക്ക് അത്രയും ഡോക്ടേഴ്സ് ഉണ്ട്, ക്ലിനിക്സ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, എല്ലാം. ഇതിനെയൊക്കെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് നമുക്ക് മറ്റ് സ്റ്റേറ്റ്സിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും നമ്മുടെ കേരളത്തിൻ്റെ പോസിബിലിറ്റീസ് കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള പ്രോജക്റ്റുകളാണ് സത്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒരു ഭാവി ഭയങ്കര സുന്ദരമായ ഭാവിയായിരിക്കും. ഇത്രയും നമ്മൾ ഡെഡ് അസറ്റ്സ് നോക്കിയപ്പോൾ സുലൈമാനിക്കൊക്കെ അറിയാം, കേരളത്തിൽ യൂസ് ചെയ്യാതെ കിടക്കുന്ന ലാൻഡുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ലാൻഡ് ഉണ്ടാവും. ഇതിനൊക്കെ നമുക്കൊന്ന് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സാധ്യത വലിയൊരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യപ്പെടില്ലേ? തീർച്ചയായും. അതിൽ പറഞ്ഞ സഫീർ പറഞ്ഞതിലൊരു കാര്യം, നമ്മുടെ സഫീറിനെ അറിയാളെ ഒരു 10-68 വയസ്സ് 70 വയസ്സോളം ഒരു ഇബ്രാഹിം മുഹമ്മദ് അലി ഷാർജയിലെ, അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി തുടങ്ങി. യൂണിവേഴ്സിറ്റിക്ക് വേണ്ട ഒരു സംഗതി 150-200 ഏക്കറയിൽ കുണിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കുണിയ ഇൻസ്റ്റിറ്റ്യൂഷൻ. സഫീർ പറഞ്ഞൊരു പോയിന്റിൽ, യൂറോപ്യൻ കൺട്രിയിൽ നിന്നോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരാൾ പഠിക്കാൻ വരുമ്പോൾ അവരെ മക്കളെ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വലിയൊരു ഡോക്ടർ വന്നിട്ട് പഠിപ്പിക്കാനുള്ള സംവിധാനം, ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ ഒരു വലിയ പങ്ക് നിങ്ങളെപ്പോലത്തെ ഒരു ക്ലാസ്സിലും ഇതിലൊക്കെ പെടും. കാരണം അവർക്ക് ഒരു സിറ്റി ആവണം എന്നില്ല. ശരിക്കും കുറെ ആൾക്കാർക്ക് ഇപ്പോൾ സിറ്റി ആവണം എന്നില്ല, ബോംബെ പോലത്തെ സിറ്റി അല്ലെങ്കിൽ UK ദുബായ് പോലത്തെ ഇങ്ങനത്തെ നാടിനെ, ഈ ആലപ്പുഴ പോലത്തെ അല്ലെങ്കിൽ വേറെ അതിനെ മാറ്റിയെടുക്കാൻ ലാൻഡാണ് ആവശ്യം. ഇപ്പൊ പുതിയ ആർക്കിടെക്ട്സ് അവരൊക്കെ നല്ല ഒരു കോളേജ് ഉണ്ടാക്കുമ്പോൾ തന്നെ അവിടെ ഒരു മാളും സിറ്റിയും പാർക്കും, ഈ കുട്ടികൾക്ക് ഇവരുടെ മക്കൾ അതേമാതിരി ഉയരണ്ടേ? അപ്പൊ ആ ഒരു ടെക്കിലേക്ക് ഇപ്പൊ ആൾക്കാർ വന്നു കഴിഞ്ഞു. അതിന് ലാൻഡ് നിർബന്ധമാണ്. ഇപ്പൊ അതുപോലെ തന്നെ വലിയ ഡോക്ടർമാര് എല്ലാവരും സിറ്റിയിലെ നോക്കുന്നത്. ഇപ്പൊ ആ ഒരു ഇത് മാറിയിട്ട്, പിന്നെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, 35% കേരളത്തിലുള്ളൂ, ബാക്കിയൊക്കെ കായലും കടലുമായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇത് നമുക്കിപ്പോൾ ഒരു 100 ഏക്കർ 500 ഏക്കർ വേണമെന്ന് ഒറ്റയടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കർണാടക, ആന്ധ്രയിലുണ്ട്, കർണാടകയിലുണ്ട്, തമിഴ്നാട്, അത് കേരളത്തിലില്ല. അപ്പൊ ഉള്ളതിനെ ഈ പറഞ്ഞ 3-4 സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്ന്, പിന്നെ ഞാൻ ഏറ്റവും വലിയ അത്ഭുതം എന്താ വെച്ചാല്, ഒരു കുട്ടിക്ക് തോന്നുന്ന ചെറിയ മൈൻഡിലുള്ള സാധനത്തിനെ ടാൽട്രോപ്പ് പോലത്തെ കമ്പനി വില്ലേജുകളിൽ പോയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അവർക്ക്, ഞാൻ സഫീറിന്റെ എൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു പയ്യനെ ഡെവലപ്പ് ചെയ്ത, ആ പയ്യനൊന്നും അല്ലായിരുന്നു. അപ്പോൾ അവരെ കൊടുന്ന് പഠിപ്പിച്ച് ചെറിയ പോയിന്റ് ഉള്ള ഒരാൾക്ക് തിരിയാൻ കയറുന്ന ആൾക്കാർക്ക് മൈൻഡ്. ഇപ്പോൾ സഫീറിന്റെ ക്ലാസ്സിൽ പോട്ടെ എന്ന് പറയുന്ന ആൾക്കാർ ഒരിക്കലും അവർ ഉയരില്ല. ഇതിലെന്തോ കാര്യമുണ്ടെന്ന് പറയുന്നുണ്ടാവും, അതൊന്ന് കേൾക്കണം എന്ന് പറയുന്നുണ്ടാവും. അവരെ രക്ഷപ്പെടുള്ളൂ, അവരെ ചിന്തിക്കുള്ളൂ, അവരെ ഇതിലേക്ക് തോട്ട് കൊടുത്തിട്ട്
അതിനെ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു പാട്ടുകൊണ്ട് കഴിച്ചിലാക്കിയ രക്ഷപ്പെട്ട ആളുണ്ട്, ഒരു വാക്കുകൊണ്ട് രക്ഷപ്പെട്ട ആളുണ്ട്. ഏതൊരു കുട്ടി ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ചെറിയ 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 സംഭവം കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരാണ്. അതിന് ഇന്നത്തെ കാലത്ത് വേണ്ട ഒരു സാധനമാണ് ടാലന്റ് റോപ്പ്. അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ, ടാലൻറ്റ്, ഇന്നോവേഷൻ, ഇതാണ് ടാലന്റ് റോപ്പിൻ്റെ ഒരു ഫോർമുല. നമ്മൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ഗ്രാമങ്ങളിലും കെട്ടിടം കെട്ടിയിടുമ്പോൾ നമ്മൾ പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ. ആദ്യം കെട്ടിടങ്ങൾ കെട്ടിയിട്ട് കൊടുക്കുക, എന്നിട്ട് അവിടേക്ക് ടാലൻറ്റുകളെ കൊണ്ടുവരിക. 10 വയസ്സാകുമ്പോഴേ കുട്ടികളെ കൊണ്ടുവരിക, എന്നിട്ട് ലോകം കാണിച്ചു കൊടുക്കുക. അവർക്ക് ഈ ലോകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു കൊടുക്കുക. കേരളം എന്താണ്, കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്താണ്, കേരളത്തിൻ്റെ സാധ്യതകൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അവരും വലിയ ഫാക്ടറികളെ കുറിച്ച് ചിന്തിക്കേണ്ട, അവരുണ്ടാക്കേണ്ട സംഭവം എന്ത്, നാളെ എന്ത് ചെയ്യണമെന്ന് അവർ ചിന്തിക്കട്ടെ. എന്നിട്ട് ആ ടാലൻറ്റുകൾ അങ്ങനെ വളർന്നു വന്നാൽ അവരൊരു സമയത്ത് ഇന്നോവേഷൻ കൊണ്ടുവരും. ഇപ്പോൾ 10 വയസ്സിൽ നമ്മളിവരെ ടാലൻറ്റിനെ പിക്ക് ചെയ്ത് നമ്മൾ അവരെ നർച്ചർ ചെയ്ത് അവരെ നമ്മളിങ്ങനെ ചിന്തിപ്പിച്ച് കുറേ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ 20 വയസ്സിനുള്ളിൽ അവരൊരു ഇന്നോവേഷൻ കൊണ്ടുവരും. അവർ പറയും എന്തുകൊണ്ട് എനിക്ക് ടൂറിസത്തിൽ ഇന്നേ ചെയ്തുകൂടാ എന്ന്. 20 വയസ്സേ കുട്ടിക്ക് വരണമെങ്കിൽ 10 വയസ്സിൽ തുടങ്ങണം. ഒരു 10 വർഷത്തോളം എക്സ്പോഷർ കിട്ടുമ്പോഴാണ് ഒരു 20 വയസ്സാകുമ്പോൾ ആ കുട്ടിയുടെ ഇന്നോവേഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് മാർക്ക് സുക്കർബർഗ് 19ാം വയസ്സിൽ ഫേസ്ബുക്ക് തുടങ്ങി. ഓക്കെ എന്ന് പറഞ്ഞാൽ 8ാമത്തെ വയസ്സിൽ പഠിച്ചു തുടങ്ങി. ഒരു 10-11 വർഷത്തെ എക്സ്പീരിയൻസിലാണ് മാർക്ക് സുക്കർബർഗ് 19ാം വയസ്സിൽ ഫേസ്ബുക്ക് തുടങ്ങിയത്. അവിടെ ഒരു സിലിക്കൺ വാലി എന്നൊരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ സിലിക്കൺ വാലി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റേറ്റ് ചെയ്തു. ദെൻ അവിടെ ടാലൻറ്റ്, അത് മാർക്ക് സുക്കർബർഗ് എന്നുള്ള ടാലൻറ്റ് വന്നു. ഇന്നോവേഷൻ, ഫേസ്ബുക്ക് എന്നുള്ള ഇന്നോവേഷൻ വന്നു. ഇതേപോലെ നമ്മൾ സ്കൂളുകളിൽ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം, അവിടുന്ന് ടാലൻറ്റുകൾ വരണം, അവർ ഇന്നോവേഷൻ ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇതുവരെ ഒരു ആമസോൺ ഉണ്ടാകാത്ത, ഫേസ്ബുക്ക് ഉണ്ടാകാത്ത. എത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, MBA കോളേജ് ഉണ്ട്, IT പാർക്ക് ഉണ്ട്, സ്റ്റാർട്ടപ്പ് ഹബ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടാകുന്നില്ല? അപ്പോൾ നമ്മളുടെ ഉള്ളിൽ തന്നെ തോന്നിപ്പോയി നമ്മൾ രണ്ടാംകിട പൗരന്മാരാണ്, ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ തോന്നിപ്പോയി, അത് വിശ്വസിച്ച് അതങ്ങ് മാറ്റിയിട്ട് നമ്മളും ഒന്നാംകിട പൗരന്മാരാണ്, നമ്മൾക്ക് ഇത് ഉണ്ടാക്കാൻ. അവിടെ എനിക്കൊരു പോയിന്റ് പറയാനുണ്ട്. ഞാൻ സഫീറിന്റെ കൂടെ ട്രിവാൻഡ്രം ടു എറണാകുളം വരെ യാത്ര ചെയ്തിരുന്നു. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു ഫീൽഡ് ഉണ്ട്. എൻ്റെ അടുത്ത് നല്ല സെയിൽസ്മാൻമാരൊക്കെ കുട്ടികൾ ദുബായ് ഓഫീസിൽ നിന്നും ട്രിവാൻഡ്രത്തുനിന്നും നമ്മളെ ഹെഡ് ഓഫീസ് കോഴിക്കോട് നിന്നൊക്കെ അങ്ങനെ പിരിഞ്ഞു പോകും. സത്യത്തിൽ ഞാൻ അന്ന് ഉറങ്ങൂല. എന്താ വെച്ചാൽ നമ്മൾ വളർത്തിയെടുത്തൊരു കുട്ടികളല്ലേ, അപ്പോൾ ഇവർ പെട്ടെന്ന് പോകുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. ഇത് കുറേ കാലം ഉണ്ടായിരുന്നു. സഫീറിൻ്റെ കൂടെ ഒരു കൊല്ലം മുമ്പായിട്ട് ഒരു യാത്ര ചെയ്തപ്പോൾ സഫീർ അതിനെ ഒരു സീറോ ആയിട്ട്, സഫീറും ഞാനും വയസ്സിലും ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഞാനൊക്കെ എക്സ്പീരിയൻസ് കൂടുതലുണ്ടെങ്കിൽ കൂടിയിട്ട്, പക്ഷെ നിങ്ങളുടെ കുറച്ച് വാക്കുകൾ ആ യാത്രയിൽ ആര് പോയാലും ഒരു പ്രശ്നമില്ല, പോയാൽ അടുത്ത ആൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാവുണ്ട്. യങ്സ്റ്റേഴ്സിന് ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ എന്ന് ചാടി ബിയിലേക്ക് പോകും, ബിന്ന് ചാടി സിയിലേക്ക് പോകും, 4th എത്തുമ്പോൾ ഇവർക്ക് 3 എക്സ്പീരിയൻസ് കിട്ടി. ഇതാണ് ഇവരെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം. ആരെ കോളേജിലോ എവിടുന്നൊക്കെ ഇവർക്ക് എന്തൊക്കെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ 7-10 മാസം, മറ്റൊടത്ത് ബിയിൽ ഒരു 12 മാസം, ഇവിടെ ഒരു 15 മാസം ആകുമ്പോൾ 4th പോകുമ്പോൾ 4 എക്സ്പീരിയൻസ് അല്ലേ, അപ്പോൾ കുറച്ച് സാലറി വരെ. ഇതാണ് ഇവരുടെ പക്ഷേ ഞാൻ അതിനെതിരാട്ടോ. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് പച്ച പിടിക്കുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എവിടെ, പഴയ കാലത്ത് ഒരു അക്കൗണ്ടന്റ് ഒരു കമ്പനിയിൽ ഉണ്ടെങ്കിൽ അയാൾ മരിക്കുന്നവരെ അവിടുന്ന് മരിക്കുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കുട്ടികൾ മാറി മാറി ചിന്തിച്ച്. അപ്പോൾ സഫീറിന് അന്ന് കണ്ട്, സഫീർ ഒരു യാത്രയിൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് 3 മണിക്കാണ് അന്ന് ഇവിടെ എത്തിയത്. പക്ഷെ ഞാനൊരു പാഠം പഠിച്ചു. പിന്നെ അന്ന് മുതൽ ആര് കമ്പനിയിൽ നിന്ന് പോയാലും എനിക്ക് ടെൻഷനും ഇല്ല, ഒന്നുമില്ല. പോയാൽ അടുത്ത ആൾ വരും. അത് വലിയൊരു അറിവാണ് എനിക്ക്. അത് വലിയൊരു അറിവ് എന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡിനെ ഞാൻ അങ്ങനെ സെറ്റാക്കി. മറ്റൊരാൾ പോയാൽ ഞാൻ ഭയങ്കര വെറിയിട്ടായിരുന്നു. അത് ചില സംഗതികൾ നമ്മൾ മൈൻഡ് സെറ്റാക്കണം. ഇങ്ങനത്തെ ചെറിയ കുട്ടികൾ പറയുമ്പോൾ കേൾക്കണം, ചില ആൾക്കാർ പറയുമ്പോൾ കേൾക്കണം എന്ന് പറയും. അതെനിക്ക് ഞാൻ ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ പല ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാനിത് പറയും സഫീറെ, ഈ ഒരു സംഗതി പറയും. അത് നല്ലൊരു മൈൻഡ് സെറ്റാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ 1000-ലധികം ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ 0 നോട്ടീസ് പീരീഡ് പോളിസി ഉള്ള ഒറ്റ കമ്പനിയല്ല ടാലന്റ് റോപ്പ് ആണ്. ഇന്ന് റിസൈൻ ചെയ്ത് എന്ന് പോവാം. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തേക്കണെന്ന് വെച്ചാൽ, ഒരാൾ നമ്മളോട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ബെനിഫിഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ അവരും കൂടി ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കണം. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി അവരെ നിർത്തിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാത്രമല്ല ഇവരൊക്കെ ഏത് ടൈമിലും പോകുമെന്നൊരു പ്രിക്വേഷൻ നമുക്കുണ്ട്, പ്രിപ്പറേഷൻസ് നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ടെൻഷനും വേണ്ട. നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. നമ്മൾ 100 പേര് വേണമെങ്കിൽ 1000 പേരിലേക്ക് നമ്മൾ നോക്കണം. സ്കൂളിൽ നിന്നും കോളേജസിൽ നിന്നൊക്കെ നമ്മുടെ ഫ്യൂച്ചർ ടാലൻസിനൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഒരാൾക്ക് പോകണമെങ്കിൽ അയാൾക്ക് പോകാനുള്ള ഒരു ഫ്രീഡം കൂടെ വേണത്.
കാരണം ചില ആളുകളുണ്ട് ചില കമ്മിറ്റ്മെൻറ്റ്സ് കാരണം അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയാലൊന്നും പോവാതെ നിൽക്കും. അത് കാരണം ഇവരിവിടെ ഒന്നും ചെയ്യേയില്ല, കാര്യം ഇവർ പോവേയില്ല. കാര്യം പോയാലയ്യോ ഞാൻ എന്നെ വളർത്തിയത് ഇവരല്ലേ എന്ന് കരുതി പോവില്ല. എന്നാൽ ഇവർ ഇവിടെ നിൽക്കുമ്പോൾ ഇവരുടെ മനസ്സ് ഫുള്ള് പോകാനായതുകൊണ്ട് ഇവരുടെ 100% ഇവിടെ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് തന്നെ ഒരാൾക്ക് നിൽക്കണമെങ്കിൽ അയാളുടെ 100% ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കട്ടെ, അല്ലെങ്കിൽ അവർ പോട്ടെ. പോയാലും പക്ഷെ പോയുമ്പോൾ ഓൾറെഡി ഒരു ഡാമേജ് നമുക്കുണ്ട്, പക്ഷെ ആ ഡാമേജിനെ മേക്കപ്പ് ചെയ്യാനും കൂടി നമ്മൾ നോക്കി. അപ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 0 നോട്ടീസ് സ്പീഡ് പോളിസി ആക്കിയതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയിലെ മാനേജേഴ്സിനൊന്നും ടോക്സിക് കൾച്ചർ പ്രൊമോട്ട് ചെയ്യത്തില്ല. കാര്യം ടോക്സിക് കൾച്ചർ പ്രൊമോട്ട് ചെയ്താൽ പിള്ളേർ കളഞ്ഞിട്ടങ്ങ് പോകും. കാര്യം അവർ എന്താണ് സർട്ടിഫിക്കറ്റ് ബോണ്ട് ഇതൊന്നും പറഞ്ഞ് പിടിച്ചു വെക്കത്തില്ല. അപ്പോൾ ഇവരങ്ങ് പോകുന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു കൾച്ചറിൽ ഒരു മീഡിയം ലെവലിൽ തന്നെ എപ്പോഴും നിൽക്കും. രണ്ടാം സംവിധാനം ഇവർ ഏത് സമയവും പോകും എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാക്കപ്പ് ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടം പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്നുള്ള ബോധമുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ബെനിഫിഷ്യൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോവോ എന്ന് പറയും, നമ്മൾ അതിൽ ഓവർ കൺസേൺഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫോക്കസിങ് അതിലേക്ക് പോവുകയും ചെയ്യും, നമ്മൾ ടെൻഷൻ അടിച്ച് ചാവുകയും ചെയ്താണ്. എൻ്റെ ലൈഫിൽ വലിയൊരു മാറ്റമാണ്. ഇപ്പൊ പുതിയ യങ്സ്റ്റേഴ്സ് മാനേജ്മെന്റിന് വലിയ കമ്പനി ഏറ്റെടുക്കുമ്പോൾ അയാൾ പോവാണ്, ഇയാൾ ഈ ടെക്നിക്കല് അയാളത് ജോയിൻ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ അയാളത് പറഞ്ഞു തരുന്ന ആളാണ്, അയാൾ സ്ട്രക്ചർ എഞ്ചിനീയറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ടെൻഷൻ ആവണ്ട. ബാക്ക് എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് ഒരു സാധനത്തിന് വെച്ചിരിക്കണം. സഫീറാണ് എനിക്കത് പറഞ്ഞത്. കാരണം അത് അപ്പോഴാവുമ്പോൾ അത് ടെൻഷനുമില്ല, ഒന്നുമില്ല. കാരണം ഈ ജോലി തിരക്ക്, ഈ ബിസിനസ്, ഇതിലെപ്പോൾ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ ഒരു കോള, ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ പോകട്ടോ. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഒരു മാസമൊക്കെ നോട്ടീസ് പീരീഡ് ഉണ്ട്. പിന്നെ സഫീറിൻ്റെ പറ്റി ഞാൻ കേട്ടൊരു എന്താണെന്ന് വെച്ചാൽ, രാവിലെ HR റെസിഗ്നേഷൻ കൊടുത്താൽ വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേന് കൺഫേം ആവുമെന്ന് കേട്ട്. ശരിയാണോ? 5 മണിക്ക് അവർക്ക് പോവുകയും ചെയ്യാം, അവർക്ക് എല്ലാ സംവിധാനങ്ങളും പിന്നെ ട്രാൻസിഷൻ ചെയ്താൽ മതി. അതെവിടെ ഇല്ലാത്തൊരു സംവിധാനമായിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് തന്നെ നമ്മുടെ മിഷൻ തന്നെ ഉട്ടോപ്യൻ മിഷനാണ്. 2015 പറയുമ്പോൾ 2030 ഗൂഗിൾ ഉണ്ടാവും, ഇവിടെ സിലിക്കൻ വാലി ആകുമെന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ എൻ്റെ ഒരു സിസ്റ്റം നമ്മൾ 0യിൽ നിന്ന് ഡിസൈൻ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ട സംവിധാനമാണ് ഈ ഒരു മിഷൻ അത്രമേൽ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ആളുകൾ നമ്മുടെ ടീമിലുണ്ടെങ്കിലേ നടക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ലീഡേഴ്സിനെ മേക്ക് ചെയ്യാൻ തുടങ്ങി. സെൽഫ് സസ്റ്റൈനബിൾ സിസ്റ്റം എന്നാണ്. ചെറിയ പോക്കറ്റുകളാക്കി ടീമിനെ ഇങ്ങനെ ചെയ്തിട്ട് അത് ഓരോന്നും സെൽഫ് സസ്റ്റെയിൻ ചെയ്യണം. ഇന്ത്യ പോലെയാണ്. ബീഹാറിൽ പട്ടിണി ഉണ്ടാവും, അവിടെ ISR റോക്കറ്റ് വിടും, ഇവിടെ IPL വമ്പൻ കോടികൾ മുടക്കി ക്രിക്കറ്റ് എടുത്തു. ഇത് മൂന്നും കണക്ട് അല്ല. ബീഹാറിലെ പട്ടിണി മാറ്റിയിട്ടേ ISR റോക്കറ്റ് വിടുകയെന്ന് പറയില്ല, ബീഹാറിലെ പട്ടിണി മാറ്റിയിട്ടേ IPL നടത്തുള്ളൂ. ഇതുപോലെയാണ് ടാൽ ഡ്രോപ്പ്. ചില സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ സൂപ്പറായിരിക്കും. എല്ലാം സെപ്പറേറ്റ് ചെയ്തു, ഓരോ ലീഡർഷിപ്പിന് അണ്ടറിലേക്ക് സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഈ ലീഡറിനെ നമ്മൾ 0യിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത് സ്കൂളുകളിൽ നിന്ന് 2015, 16, 17 സ്കൂൾസിൽ നിന്നും കോളേജസിൽ നിന്നും പിക്ക് ചെയ്തവരാണ് ടാൽ ഡ്രോപ്പിൽ ഇന്ന് നിൽക്കുന്നത്. ലീഡേഴ്സ് ഡ്രിവൺ കമ്പനിയാണ്, എംപ്ലോയീസ് അല്ല ഡ്രൈവ് ചെയ്യണം. ലീഡേഴ്സൊക്കെ എന്താണ്, ഒരു കാലത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു കാലത്ത് ഇന്ത്യൻ ആയിരുന്നു, ഒരു കാലത്ത് വോളണ്ടിയർ ആയിരുന്നു. അവർ വളർന്നു വന്നിട്ട് ലീഡർ ആയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ജനിച്ചു വളർന്നതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ പാരൻസിനോട് ഇത്ര ഇമോഷൻ എന്തുകൊണ്ടാണ്, നമ്മൾ അവരെ ജനിച്ചപ്പോഴേ കണ്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ജനിച്ചു വളർന്ന അവിടെ ആയതുകൊണ്ടാണ്. പെട്ടെന്ന് ഒരാളെ കണ്ടാൽ നമുക്ക് ആ ഇമോഷൻ വരില്ല. ഓക്കെ, പക്ഷേ അതുപോലെ നമ്മൾ കുറേ ആളുകളെ വളർത്തിയെടുത്താൽ ലോങ് ടൈം മിഷൻ ആകുമ്പോൾ നമുക്ക് വളർത്തിയെടുക്കാൻ ടൈമുണ്ട്. എനിക്ക് 2015 പോലെ തുടങ്ങും, കാര്യം എനിക്കറിയാം ഇത് സക്സസ് ആവണം 2030 ആവുള്ളൂ. 10 രൂപയും സമയം എടുത്താലേ ഇതിൽ നല്ല ടീമിനെ ഉണ്ടാക്കിയെടുക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ആവശ്യമുള്ള ആളുകൾ അപ്പോഴെടുത്തു. അപ്പോഴുള്ളവർ വന്നും പോയി നിൽക്കും. പക്ഷേ അവരങ്ങനെ വന്നും പോയി നിൽക്കില്ല. കാര്യം അവർ ഫോം ആയതേ ഇവിടെ നിന്നാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ലോങ് ടൈം മിഷനിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ സുലൈമാനിക്ക് ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിലുള്ള ഏകദേശമുള്ള ഡീലുകൾ ചെയ്തിട്ടുണ്ട്, വിദേശത്തുള്ള ഡീലുകൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ് പോകുന്നത്? ഒരു കാലത്തും ഇവിടെ വില കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റാച്യു, MG റോഡ്, കോട്ടയം MG റോഡ്, ഇപ്പോൾ കൊച്ചിയിലാണെങ്കിൽ MG റോഡ്, എടപ്പള്ളി, വൈറ്റില ജംഗ്ഷൻ, അതേമാതിരി തൃശ്ശൂർ റൗണ്ട്, കോഴിക്കോട് മാവൂർ റോഡ്, അങ്ങനെയുള്ള വലിയ വില കൂടിയ സ്ഥലങ്ങൾ ഈ ഒരു 10-14 ജില്ലയിൽ. ചില സ്ഥലത്ത് ചില 3 സെൻറ്റ് 4 സെൻറ്റൊക്കെ വില കൂടിയ സ്ഥലങ്ങളുണ്ട്, അത് കോടികൾ വരും. പക്ഷെ മറ്റുള്ള സ്ഥലത്ത് എപ്പോഴും ഒരേ റേഞ്ചിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ ആവശ്യക്കാരെടുക്കുമ്പോൾ അത് കൂടും, ആവശ്യക്കാരെടുക്കും. പിന്നെ ഇതേമാതിരി എയർപോർട്ടുകൾ, ഈ കോളേജുകൾ, ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ കൂടിക്കൊണ്ട് വരും. ഇപ്പോൾ സഫീർ ചോദിക്കുന്നതാണ്, റിയൽ എസ്റ്റേറ്റിൽ എന്നും ഒരു കുറവും ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ പിന്നെ അവരാണല്ലോ ഇപ്പോഴത്തെ കാലഘട്ടം. അവർക്ക് ഇപ്പോൾ ഫ്ലാറ്റ് മൂടായി, വീടിൽ നിന്ന് മാറിയിട്ട് ഒരു ഫ്ലാറ്റ് മൂടായി. പിന്നെ
അങ്ങനെയല്ലേ എല്ലാവരും പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞ ആ 35% തന്നെ വരിക, കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ മറ്റുള്ള ഏത് അവരാണെങ്കിലും അവർക്ക് കേരളത്തിൽ വന്നിട്ട് ആ ഓണാഘോഷവും പെരുന്നാളാഘോഷവും എന്താ പറയുക പിന്നെ ക്രിസ്മസും ഒക്കെ അതൊരു വേറെ തന്നെ ഒരു റേഞ്ചാണ്. കൂടെ പഠിച്ച കുട്ടികളുടെ കൂടെ ഒന്ന് കൂടാന്നൊക്കെ പറയുമ്പോൾ ആ മലയാളി സംഗമത്തിന് മല്ലൂസിന് ആ ഒരു ഒത്തൊരുമ ഭയങ്കര സംഭവമാണല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാല് ജാതിയില്ല മതമല്ല, എല്ലാവരും ബായ് ബായ് എന്ന് പറഞ്ഞിട്ട്. കേരളം മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഒരൊറ്റ സ്റ്റേറ്റ് അതൊരു വേറെ തന്നെ റേഞ്ചാണ്. അത് നമുക്ക് പറഞ്ഞറിയാം, ആരെന്ത് പറഞ്ഞാലും ആ ഒരു കൂട്ടായ്മ ഭയങ്കര. അപ്പൊ ആ ഒരു നിരക്ക് ഞാൻ പറയുമ്പോൾ എന്നും റിയൽ എസ്റ്റേറ്റിന് ഇവിടെ ഒരു സാധ്യതയാണ്. ഇപ്പോൾ വരുന്ന 66 NH 66-ന്റെ 2 സൈഡിലും ആവശ്യമില്ലാതെ കുറെ ആൾക്കാർ ബിൽഡിങ് കിട്ടുന്നുണ്ട്, ഒരു പ്ലാനിങ് ഇല്ലാണ്ട്. അത് അതേപോലെ കിടക്കുക. അതിന് ലോൺ എടുക്കും, കടങ്ങൾ വാങ്ങും, എന്നിട്ട് കടന്ന 10 വർഷം കൊണ്ടൊന്നും ചെയ്യാത്ത ബിൽഡിങ്ങുകളുണ്ട്. അപ്പൊ ഒരു പ്ലാനിങ് കാണണം. എന്തുണ്ടാക്കുന്നതിന് മുമ്പ് ഇത് എന്തിനാണ്, അല്ല ഇത് എന്തിനു കൊടുക്കാൻ പറ്റും, ഇത് എന്ത് മാതിരി ചെയ്യണം എന്നുള്ളത് അത് തിങ്ക് ചെയ്യേണ്ടത് എപ്പോഴും നല്ലതാണ്. അപ്പൊ റിയൽ എസ്റ്റേറ്റ് ഇപ്പോൾ ദുബായിൽ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സൗദി ഇപ്പൊ പുതിയ നിയമം കണ്ടില്ലേ, ഇപ്പൊ സ്വന്തമായിട്ട് റിയാദിലും ജിദ്ദയിലും ഒക്കെ ലാൻഡുകൾ വാങ്ങുന്ന സംവിധാനമായി. അപ്പൊ എല്ലാവരും ഇതിന്റെ പിന്നാലെ ഈ റിയൽ എസ്റ്റേറ്റിന്റെ. ഒരിക്കലും റിയൽ എസ്റ്റേറ്റ് പിന്നോട്ട് വരില്ല. പിന്നെ അതിൻ്റെ ഇടക്ക് പിന്നെ സഫീർ പറഞ്ഞൊരു കാര്യത്തിന് ഒരു കാര്യം ഇപ്പോൾ ഓർത്തുകൊണ്ട് നിന്നിരുന്നു ഞാൻ. പിന്നെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു, ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ കേരളത്തിൽ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെ ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് സാധ്യതകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ ടെക്നോളജി, എഡ്ടെക് നമ്മൾ വന്നു. അപ്പോൾ അതുപോലെ ഇപ്പം കൺസ്ട്രക്ഷൻ ആൻഡ് ടെക്നോളജി, കൺടെക് അല്ലെ കോൺടെക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. ഹെൽത്ത് കെയറും ടെക്കും, ഹെൽത്ത് ടെക് വന്നു, മെഡിക്കൽ ടെക്, മെഡ്ടെക് എന്നുള്ള സംഭവം. ഇങ്ങനെ വരുമ്പോൾ റിയൽ എസ്റ്റേറ്റും ടെക്നോളജിക്കും ഇതുപോലെ ചേരാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. ഇപ്പം റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഇപ്പം നമ്മൾ പ്രോപ്പർട്ടീസ് വാങ്ങാനും വിൽക്കാനും ഒരുപാട് ആളുകൾ ഇപ്പോൾ ടെക്നോളജി പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കൺസ്യൂമർ ടെക്, കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള ടെക്നോളജി അല്ലെങ്കിൽ സർവീസ് ടെക്നോളജിയിൽ വരുന്നുണ്ട്. ഈ റിയൽ എസ്റ്റേറ്റിൽ തന്നെ ഒരുപാട് ഡീപ് ടെക് സൊല്യൂഷൻസ്, ഇപ്പോൾ കൺസ്ട്രക്ഷൻ്റെ മേഖലയിലേക്ക് ആയിക്കഴിഞ്ഞാലൊക്കെ ഒരു ഭയങ്കരമായ കുറേ ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ടെക്നോളജിയും റിയൽ എസ്റ്റേറ്റും ഒരുമിക്കുന്ന ഒരു സാഹചര്യത്തിന് സുലൈമാനിക്ക് എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പോൾ അതിന് ഞാനൊരു മറുപടി തരാം. അതിന് മുമ്പ് ഞാൻ മറന്നുപോയൊരു സംഗതി ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഈ ഒരു 60 കഴിഞ്ഞ ആൾക്കാർ, നിങ്ങളിപ്പോൾ കുട്ടികൾക്കാണല്ലോ 18 മുതൽ സ്കൂളിൽ നിന്നാണല്ലോ ഇപ്പോൾ ടാലറോപ്പ് ഓരോ കുട്ടികളെ എല്ലാ കോളേജിലും സ്കൂളിലും പോയിട്ടാണല്ലോ നല്ല ഈ ഒന്നും ചെയ്യാണ്ട് കേരളത്തിലും പുറത്തൊക്കെ കുറേ ആൾക്കാർ, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരൊക്കെ വലിയ നിലയിലെത്തിയ ആൾക്കാരുടെ ഈ ചിന്താഗതിയെ ഒന്ന് മാറ്റിയെടുക്കാൻ, അത് അവരുടെ മക്കൾക്ക്, ചില ആൾക്കാർക്ക് മക്കൾക്ക് നേരെ സീറ്റ് കൊടുക്കുമ്പോൾ, ചെയർമാൻഷിപ്പ് കൊടുക്കുമ്പോൾ അവർ നശിപ്പിച്ചിട്ടുണ്ട്, പൊങ്ങിയിട്ടുണ്ട്. അപ്പം അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ടെക്കിൽ എന്തെങ്കിലും ഒരു സംഭവം. ഇപ്പം നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഇതിന് മുമ്പ് ചോദിച്ച ചോദ്യം, ടെക്കും റിയൽ എസ്റ്റേറ്റും ചെയ്യുമ്പോൾ അതാണ് ഇനി വരുന്ന കാലം. ഇനി സാധാരണ പിന്നെ വലിയൊരു റിയൽ എസ്റ്റേറ്റ് നടക്കില്ല. ആ പഴയ കാലത്തിലെ ആ ഒരു സംഗതി. ഇപ്പോൾ സഫീറെ, ഇപ്പോൾ പയ്യന്മാര്, ചെറിയ പെൺകുട്ടികൾ, 10-20 വയസ്സിലെ പെൺകുട്ടികളാണ് റിയൽ എസ്റ്റേറ്റിൽ. പിന്നെ അവരൊക്കെ ക്ലോസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുക. നമ്മുടെ ഓരോ ബിൽഡേഴ്സിനെ സഫീർ എടുത്തു നോക്ക്. ഇപ്പൊ ദുബായിൽ നോക്ക് നിങ്ങൾ, എത്ര ബിൽഡേഴ്സാണ് വരുന്നത്. 10, 48, 50 ബിൽഡേഴ്സൊക്കെ അടിച്ചു പൊളിച്ചു. എല്ലാം പിന്നെ 22-30 പാകിസ്ഥാനികളാണെങ്കിലും പിന്നെ പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, പറഞ്ഞ ശൈലി, ഒരു ക്ലോസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ പഴയ കാലത്ത് അന്തം വിട്ടു. അപ്പോൾ ഇനി വരുന്ന കാലം ടെക്കും റിയൽ എസ്റ്റേറ്റും തമ്മിൽ നല്ല ബന്ധമാണ്. അതിൻ്റെ ഒരു വലിയൊരു ഒരു സാധ്യത നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട് പറഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും ഒരു കളർഫുൾ ആയിട്ട് തോന്നുന്നത്. നിങ്ങൾ കൊണ്ടുവരുന്ന എവിടുന്ന് അറിയോ? ഓരോ സ്കൂളിൽ നിന്നും ഓരോ കുട്ടികൾ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് ഇന്ന സ്കൂളിൽ പോയിട്ട് അവിടെ ഒരു നടത്തണം. അതിലാരാണ് ആ മക്കളിൽ സാധനം ഉള്ളതെന്ന് നോക്കിയെടുക്കുന്ന ഒരു കമ്പനിയാണ് ടാലറോപ്പ്. അത് അവർക്ക് വലിയൊരു ചാൻസാണ്. ഈ ടാലന്റ് റോപ്പ് ചെയ്യപ്പെടുക എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ ടാലറോപ്പ് എന്ന് തന്നെ കമ്പനിക്ക് പേരിട്ടത്. ടാലന്റുകളെ നമ്മളിങ്ങനെ പോയി കണക്ട് ചെയ്യണം.
അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടാലൻറ്റ് ഏത് മേഖലയിലാണോ ഏറ്റവും ബെസ്റ്റ് ടാലൻറ്റ് ആ മേഖലയിൽ കൊണ്ടുവരണം. ഇപ്പം നമ്മളിപ്പം സംസാരിച്ച കാര്യം ഇപ്പോൾ ഒരു 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ വലിയ എഡ്യൂക്കേറ്റഡ് അല്ലായിരുന്നു, പക്ഷേ നല്ല അത്യാവശ്യം ഏണൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവരോട് പറയുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ പുതിയ ടാലൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു PSC കോച്ചിങ് സെൻറ്റർ തുടങ്ങിയാൽ പെട്ടെന്ന് ഫണ്ട് കിട്ടും, ഒരു സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്റർ തുടങ്ങിയാൽ പെട്ടെന്ന് ഫണ്ട് കിട്ടും, ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ തുടങ്ങിയാൽ പെട്ടെന്ന് ഫണ്ട് കിട്ടും, ഇൻവെസ്റ്റ്മെൻറ്റ്സും പെട്ടെന്ന് കിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് അവർക്കറിയാം പിറ്റേ ദിവസം പ്രോഫിറ്റാണ്. എടുത്ത് കെട്ടും കുട്ടികൾ വരുന്നു പഠിക്കുന്ന സംഭവം. പക്ഷെ ഒരു 5 വർഷങ്ങൾക്കപ്പുറം കിട്ടുന്ന പ്രോജക്റ്റ് ഇപ്പം നമ്മുടെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം ചെയ്യുന്ന സംഭവമുണ്ട്. ഇപ്പം ബൈക്ക് അപകടം എന്നും കേൾക്കുവാണ്. ഈ ഡെലിവറി ബോയ്ക്കൊന്നും ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അതല്ലാതെ ബൈക്ക് അല്ലാതെ ഒരു സംഭവം എടുക്കാനും പറ്റില്ല. ഓക്കെ, ഒരാൾ പാഷൻ കൊണ്ട് ബൈക്ക് എടുക്കുന്നത് പോലെയല്ല മറ്റേവർക്ക്. അപ്പം ഇവർക്ക് വേണ്ടി പുതിയൊരു വാഹനം ഡിസൈൻ ചെയ്യണം, പുതിയൊരു വാഹനം ഡിസൈൻ ചെയ്യണം, അവർക്ക് കംഫർട്ടാവുന്ന. അപ്പം മഴ പെയ്താലും അവർക്ക് പ്രശ്നമില്ല, മഴ നനയാത്ത സംഭവം. ഇപ്പം മെഡിക്കൽ ഡിവൈസിൻ്റെ സപ്ലൈ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ മരുന്ന് സപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഫുഡ് സപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു സെക്യൂർ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഓട്ടോയും കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ബൈക്കിൻ്റെ അല്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ള ഒരു സംഭവം, ഒരു 3 ടയറുള്ള ഒരു പുതിയ ഡിവൈസ് അല്ലെങ്കിൽ പുതിയൊരു വാഹനം ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഏത് കാലത്ത് വന്ന് ഇത് നടപ്പിലാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളാണ് നമ്മളിപ്പോൾ സാം ആൽട്ട്മാൻ, ഓപ്പൺ AI, ChatGPT ഡെവലപ്പ് ചെയ്തിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് മീഡിയയുടെ മുമ്പിൽ വന്ന് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് മീഡിയ ചോദിക്കുന്നുണ്ട്, ഇതിന് എങ്ങനെയാണ് നിങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഐ ഡോണ്ട് നോ എന്നാണ്, എനിക്കറിയില്ലെന്നാണ്. ഇത് വന്നിട്ട് ഞാൻ ഇതിനോട് ചോദിക്കും ഫണ്ട് എങ്ങനെ കിട്ടുമെന്ന്. അപ്പോൾ ആളുകൾ ചിരിച്ചു. പക്ഷേ ഇന്ന് നമ്മളൊക്കെ ബിസിനസ് മോഡൽ നോക്കുന്ന ChatGPTയിൽ സെർച്ച് ചെയ്തിട്ടാണ്. അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിലുള്ള അവൻ്റെ കോൺഫിഡൻസ് ആണ്. 2, അവൻ്റെ ആ ബ്ലൈൻഡ് ഐഡിയക്ക് $1 ബില്യൺ ഫണ്ട് ചെയ്യാൻ അവിടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഇവരോട് പറയുന്നത് ഈ കോൺസെപ്റ്റാണ്. ഇവിടെ മക്കളുണ്ട്, 10 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. നമ്മൾ ഇവരിങ്ങനെ ടാലൻറ്റുകളെ റോപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുത്ത് ഒരു റെഡി ആയിട്ട് ഇവരിങ്ങനെയുള്ള R&D പ്രൊഡക്റ്റുകളിലേക്ക് വരുന്ന സമയത്ത് 100+ പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് ഈ 100 പ്രൊഡക്റ്റിനും കൂടെ ചേർത്ത് ഇവരോട് കമ്പനി തുടങ്ങാൻ നമ്മൾ പറയും. എന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യവർക്ക് ഇതിൽ 10 ബ്രേക്ക് ഈവൺ ആയാൽ മതി, കിട്ടിയ 1000 ഇരട്ടി കിട്ടും. മനസ്സിലായില്ലേ? നമ്മൾ ഇങ്ങനെയുള്ള, അതായത് ഇവരോട് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള തലമുറ ഇവിടെ ഉണ്ട്. പക്ഷെ അവരെ ബാക്ക് ചെയ്യാൻ ആളില്ല. അവരിലുള്ള ഇടിവെട്ട് തലകളാണ്. അവർ മാർക്ക് സുക്കർബർഗിനേക്കാളും ഇൻ്റലിജൻ്റ് ആണ്, അവർ ജെഫ് ബെസോസിനേക്കാളും ഇൻ്റലിജൻ്റ് ആണ്. പക്ഷേ അവിടെ അമേരിക്കക്കാരനായി മാർക്ക് സുക്കർബർഗിന് 19-ാം വയസ്സിൽ ഫണ്ട് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ള 19-ാം വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നില്ല. നമ്മൾ പല ആളുകളും പരാതി പറയുന്നത് കേരളത്തിൽ ഫണ്ട് വരുന്നില്ല. കേരളത്തിൽ അന്നും ഇന്നും ഫണ്ട് വരില്ല, ടാലൻറ്റിലേ ഫണ്ട് വരുള്ളൂ. ടാലൻറ്റിലാണ് ഫണ്ട്. എന്നെ വിശ്വസിച്ചിട്ടാണ് ആളുകൾ ഫണ്ട് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഓരോരുത്തരും, ഇപ്പോൾ സുലൈമാനൊക്കെ വിശ്വസിച്ചിട്ടാണ് ഒരാൾ ഫണ്ട് ചെയ്യണത്. അതല്ലാണ്ട് കോഴിക്കോട് കൊണ്ട് പൈസ ഇടാന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഇടുന്നത്. എന്ന് പറയുമ്പോൾ മാർക്ക് സുക്കർബർഗിനെ വിശ്വസിച്ചിട്ടാണ് അവിടെ ഫണ്ട് നടക്കുന്നത്. ജാക്മേ, ചൈനയുടെ ഒരു കുടിൽ വ്യവസായങ്ങളെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാൻ ജാക്മ അലിബാബ ഉണ്ടാക്കുമ്പം അലിബാബയിലല്ല ജാക്മയിലാണ് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നത്. പക്ഷേ ഇതുപോലെ ഒരു 100 CR ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാലൻറ്റ്സ് കേരളത്തിൽ എവിടെയെന്ന് വെച്ചാൽ ഇല്ല. ഈ ടാലൻറ്റുകളെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ സ്കൂൾസിൽ നിന്നും കോളേജസിൽ നിന്നും പോയി ഈ ടാലൻറ്റുകൾ ഉണ്ടാക്കിയാണ്. ഒരാൾക്ക് 1 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാലൻറ്റ്, 10 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാലൻറ്റ്, 100 കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടാലൻറ്റുകൾ നമ്മൾ ഉണ്ടാക്കിയാണ്. അപ്പോൾ ശരിക്കും ഈ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾ, ഇവരെയും കൂടി നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റിയാൽ, ടാൽറോപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ കണക്ഷനാവും, അല്ലെങ്കിൽ വലിയൊരു റെവല്യൂഷനായിട്ട് എന്ത് ചെയ്യും മാറും. അതാണ് ആക്ച്വലി അതിൻ്റെ ഒരു ഉത്തരം. കറക്റ്റ്. അതായത് ദാറ്റ് മീൻസ് ഞാൻ നിങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കുന്നത്, നമ്മൾ കാലത്തിനനുസരിച്ച് നീന്തി പോകണം. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ വരുന്ന ഒരു സംഗതിയിൽ ഞാൻ ഇപ്പോൾ AI-യിലാണ്. 8ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം. നമ്മൾ കാലത്തിനനുസരിച്ചിട്ട് മാറി ഇങ്ങനെ വരും. ഇപ്പം ഇനിയിപ്പോൾ യൂട്യൂബും ഇൻസ്റ്റയൊക്കെ ഇനി കുറച്ച് ബാക്കിലേക്ക് വരികയാണെങ്കിൽ വേറെ ടെക്നോളജി വരാൻ പോകും. അതിനനുസരിച്ചിട്ട് വേണം ഈ ടെക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അതിനനുസരിച്ചിട്ട് കാര്യം റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ബാക്കി എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ കണ്ടുപിടിച്ച കുറേ സംഭവങ്ങളിൽ അതിന് വാല്യൂ മതിക്കും. ഇപ്പോൾ ടാൽട്രോപ്പിന്റെ വാല്യൂ മതിക്കാൻ പറ്റില്ല, ഒരു ലാൻഡിന്റെ വാല്യൂ മതിക്കാൻ പറ്റും. 1 ഏക്കർ സ്ഥലം ഇത്ര വില. ടെക്കിൽ വരുന്ന സംഗതികൾക്ക് വാല്യൂ നിശ്ചയിക്കാൻ പറ്റില്ല അല്ലേ? 300 കോടി 500 കോടിയൊക്കെയാണ് ഓരോ കമ്പനിക്ക് ടേക്ക് ഓവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടം ആണ് ഇനി വരുന്ന AI. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു ഇത് പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പോൾ ആ ബൈക്കിൽ വരുന്ന സംവിധാനത്തിന് ഒരാൾ കണ്ടുപിടിച്ചിട്ട് അതിന് വേറൊരു രൂപത്തിലാക്കുക, അല്ലെങ്കിൽ നിലത്തുനിന്ന് വിട്ട് ആകാശത്ത് വിട്ടുണ്ട് ഡ്രോണിലാക്കുക. ഇതൊക്കെ ഇപ്പോൾ കണ്ടുപിടിച്ചു കൊണ്ട് വരികയാണ് ഓരോരോ. ഇപ്പോൾ ഇനി മനുഷ്യന്മാർ AI പ്രകാരം 30 ആകാശത്ത് കൂടെ ഈ കാര്യം യാത്ര ചെയ്യുന്ന സംവിധാനം വരുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ ടെക്കിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ
ആവുന്നത്ര നമുക്കും ടെക്കിലൂടെ പോവാണ്. ഇനി റിയൽ എസ്റ്റേറ്റും ഈ ടെക്കിലൂടെ ടച്ച് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ടയൽഡ്രോപ്പിനെ പോലത്തെ ഒരു കമ്പനിയിൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ എല്ലാം കൊണ്ടും വളരെ ഹാപ്പിയാണ് ഞങ്ങൾ. മനസ്സിലായത്? അതെ, ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ കാലഘട്ടം വളരെയധികം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ ഒരുപാട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇത്രയും യൂത്തിന് ജോബ് ക്രിയേറ്റ് ചെയ്യണം, ഇവിടുത്തെ സാധ്യതകൾക്കനുസരിച്ച് ചെയ്യണമെന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ ഈ ടെക്നോളജി കാലഘട്ടം 2030 എന്തായിരിക്കും, 35 എന്തായിരിക്കും നമ്മൾ മനസ്സിലാക്കി ലോകത്ത് മുഴുവൻ നമ്മൾ കേരളത്തിലേക്ക് കണക്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ. ഇപ്പോൾ ഇവിടെ റിലീജിയസ് ടൂറിസം ഭയങ്കര സാധ്യതയാണ്. ടൂറിസത്തിന് നമുക്ക് ഒരുപാട് മെഡിക്കൽ ടൂറിസം നമുക്ക് ഭയങ്കര സാധ്യതയാണ്. നമുക്ക് ഫാം ടൂറിസം, എഡ്യൂക്കേഷണൽ ടൂറിസം, നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അത് ഹെൽത്ത് കെയറിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇതിനനുസരിച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാൻ നമ്മളൊരു സമൂഹത്തെ പ്രിപ്പയർ ചെയ്യിക്കണം. അപ്പോൾ ഞാനിപ്പം സുലൈമാനിക്കടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് കൺവെൻഷൻ സെൻറ്ററും ഷോപ്പിംഗ് മാളുകളും എന്നതിനപ്പുറത്തേക്ക് റിയൽ എസ്റ്റേറ്റിൽ സാധ്യതകളുണ്ടെന്ന് നമ്മൾ കേരളത്തിനെ പഠിപ്പിക്കണം. അതിന് ഈ പറയുന്ന യൂത്തും ഈ റിയൽ എസ്റ്റേറ്റ് ആളുകളും കൂടെ കണക്ട് ആണ്. നമ്മുടെ യൂത്ത് നമ്മൾ നേരിടുന്ന പറഞ്ഞാൽ അവർ പറഞ്ഞു ഇതിനൊരു 100 ഏക്കർ ആവും അല്ലെങ്കിൽ ഇതിനൊരു 10 ഏക്കർ ആവും എന്നുള്ളത് കൊണ്ട് പിന്നെ അവർ ആ വഴിക്ക് പോകില്ല. കാര്യം അവർക്ക് അറിയില്ല. അത് അതിനിടയ്ക്കൊരു കാര്യം ചോദിക്കട്ടെ, ഈ യൂത്തിന് പഴയ കാലത്തേക്ക് നീന്തലും ചാടലും പിന്നെ ഭക്ഷണവും ഒക്കെ അതിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ആൾക്കാർ. അതിനെ കുറിച്ച് എന്താ സഫീർ? ശരിക്കും ഇപ്പം നമ്മൾ പറഞ്ഞത് അഗ്രികൾച്ചർ ഇല്ലാതെ ലോകം മുന്നോട്ട് പോകില്ല, ടെക്നോളജി ഇല്ലാണ്ട് മുന്നോട്ട് പോകില്ല. രണ്ട് രീതിക്കാണ് ആളുകൾ കാണുന്നത്. ഒന്ന് ഈ പറയുന്ന ജോബ് മടുത്തിട്ട് ടോക്സിക് കൾച്ചറും രാവിലെ തൊട്ട് രാത്രി വരെ അങ്ങനെ കിളി പറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ ആളുകൾ റിട്ടേൺ വന്ന് കൃഷിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. സത്യം അതല്ല അവിടെ ശരിക്കും കൃഷി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് കൃഷിയിൽ എന്തായിട്ടുണ്ടെന്ന് വെച്ചാൽ കീടങ്ങൾ വരും, അപ്പോൾ കീടനാശിനി അടിക്കേണ്ടി വരും, അപ്പോൾ ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ വരും. അപ്പോൾ ഇവിടെ കീടങ്ങൾ വരാതിരിക്കണമെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഫാർമർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ഒരാൾ ഒറ്റ തുണിയെ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു തോർത്ത് കൊടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് വയലിൽ പണിയെടുക്കുന്ന ആൾ. അതല്ല ഇനി ഫാർമർ. ഇനി ഫാർമർ എന്ന് പറയുമ്പോൾ ഡോക്ടറിനെ പോലെയാണ്, വൈറ്റ് കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന എല്ലാം വാട്ടറൊക്കെ മറ്റേ റോബോട്ടുകളാണല്ലോ വരുന്നത്. അപ്പം ഡോക്ടേഴ്സിന്റെ ഒരു ലെവലിലാണ് ഇനി വരാൻ പോകുന്ന ഫാർമർ. അപ്പം ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കൃഷികളാണ് ഇനി വരുന്നത്. അപ്പോൾ ആളുകൾ കൃഷി മേഖലയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കൃഷികളാണ് ഇനി പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണില്ലാത്ത കൃഷിയും കാര്യങ്ങളുമാണ് ഇനി വേൾഡിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന സംവിധാനമാണ്. അപ്പം മറ്റേന്ന് പറഞ്ഞാൽ ആളുകൾ എന്തിട്ടുണ്ട് മടുത്തിട്ട് പകരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വന്ന് ഇനിയിപ്പോൾ കുറച്ചുകൾ കൃഷിയിൽ ഫോക്കസ് ചെയ്യാം എന്നുള്ള ലെവലാണ്. അതിനൊന്ന് കൊമേഴ്ഷ്യലൈസ് ചെയ്യണമെങ്കിൽ സസ്റ്റൈനബിൾ ആകണമെങ്കിൽ ആളുകൾ ടെക്നോളജി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വരണം. കൃഷിയെ നമുക്ക് മറ്റൊരു ലെവലിൽ, കൃഷി ഉൾപ്പെടുന്ന ഒരുപാട് ഇൻഡസ്ട്രികളെ നമുക്ക് മറ്റൊരു ലെവലിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പം എയുടെ കാലഘട്ടം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ യൂത്തിനെയും ഈ ലാൻഡുള്ളവരെയും കണക്ട് ചെയ്യലാണ് സത്യത്തിൽ നമ്മുടെ ഈ ടാൽഡ്രോപ്പ് അല്ലെങ്കിൽ കരാടൻ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു മീനിങ്ങും അത് തന്നെയാണ്. യൂത്തിന് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി റൺ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള യൂത്ത് ഇവിടെ ഉണ്ട്, അതിന് ലാൻഡ് കൊടുക്കാൻ കഴിയുന്നവർ അപ്പുറത്തുണ്ട്. ഇവർ തമ്മിൽ കണക്ട് ആവണം. ഒരു IT പാർക്ക് ചെയ്യാൻ പറ്റുന്ന ടീം ഇവിടെ ഉണ്ട്, അതിന് കൊടുക്കുന്ന ലാൻഡ്. ഇവർ തമ്മിൽ ടാൽഡ്രോപ്പിംഗ് നടക്കുന്നില്ല ഇപ്പോൾ. അതായത് ചെയ്യാനറിയാവുന്ന ഒരു ടാലൻറ്റുകൾ ഒരു സൈഡിലും ഇതൊക്കെ അസറ്റ്സ് ഉള്ള ടാലൻസ് മറ്റൊരു സൈഡിലും. ഇവർ തമ്മിൽ ക്ലബ് ആവുന്നില്ല. ഇവരെവിടെയാണ് പ്രോജക്റ്റുകളുള്ള ആശയങ്ങളുള്ളവരും ഇവർ തമ്മിൽ കണക്ട് ആവുന്നില്ല. ഇതാണ് ആക്ച്വലി ടാൽഡ്രോപ്പും കരാടൻ പാർട്ട്ണർഷിപ്പിൽ ഞാൻ ഏറ്റവും അധികം ഭയങ്കര രസകരമായി കാണുന്ന സംവിധാനം. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു 10 ഏക്കർ എവിടെ വേണമെന്ന് പറഞ്ഞാലും സുലൈമാനിക്കാക്കല്ല. ഈ 10 ഏക്കർ എന്തിനാണ് വേണ്ടതെന്ന് നമുക്കറിയാം. ആ 10 ഏക്കറിൽ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യാൻ ടാൽഡ്രോപ്പിൻ്റെ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് യൂത്ത് ഉണ്ട്. ഇവരെ നമുക്ക് ഈ ടാലൻറ്റുകളെ റോപ്പ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഇതിവിടെ നമ്മൾ പറഞ്ഞ വാഴക്കൊല കൃഷി ചെയ്യാൻ കർഷകനുണ്ട്, അതിനൊരു ചിപ്സ് ആക്കാൻ ഇവിടെ വീട്ടമ്മ കുടുംബശ്രീക്കാരുണ്ട്. ഈസ്റ്റേൺ പോലെ കവർ ഡിസൈൻ ചെയ്യണോ ഡിസൈനറുണ്ട്. എക്സ്പോർട്ടിംഗ് ലൈസൻസും ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കി തരാൻ CA-കാരനും ഇവിടെ ഉണ്ട്. പ്രവാസി അസോസിയേഷനും ഇവിടെ ഉണ്ട്. വിദേശത്ത് മാളുകളിലെ ഷോപ്പുകളിലെ മലയാളിയുണ്ട്. പക്ഷേ ഈ വാഴക്കൊല ചിപ്സാക്കി ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഖത്തർ പോയി അയക്കാൻ ആളില്ലാത്തതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ ടാലന്റുകൾ റോപ്പ് ചെയ്താൽ മതി. ആ റോപ്പ് ചെയ്യാൻ പറ്റുന്ന ടാലന്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റേഷൻ ആയിരിക്കണം നമ്മൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ചെയ്തു കൊടുക്കേണ്ടത്. ഇവരോട് പറയണം, ഓക്കെ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യും, നിങ്ങളത് കറക്റ്റ് ചെയ്യുക. ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, എത്ര ലാൻഡാണ് നിങ്ങൾക്ക് വേണ്ടത്, എത്ര സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങാണ് വേണ്ടത്. ഇങ്ങനെ റിയൽ എസ്റ്റേറ്റും ഇവരുടെ ഈ ടെക്നോളജി പ്രോജക്റ്റും കൂടി ക്ലബ് ചെയ്യപ്പെട്ടാൽ അതൊരു വലിയ റെവല്യൂഷൻ തന്നെയായിരിക്കും. എത്ര പേർക്ക് ജോബ് ക്രിയേറ്റ് ആവും? 1000 പേർക്കും 10,000 പേർക്കും. കാര്യം നമ്മളെല്ലാവരും ഈ വ്യവസായം വാണിജ്യം എന്ന് രണ്ടായിട്ട് പറയല്ലേ. വ്യാപാര വ്യവസായം എന്നൊക്കെ പറയും. വ്യാപാരം എന്ന് പറഞ്ഞാൽ വാണിജ്യ സ്ഥാപനങ്ങളാണ്. വ്യവസായങ്ങളും കൂടി തുടങ്ങണം. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിന് അനുയോജ്യമായ വ്യവസായങ്ങൾ തുടങ്ങണം. ഇപ്പം നമ്മൾ ഫാഷനിലൊരു സംഭവം തുടങ്ങിയാൽ എല്ലാവരും വീട്ടിലിരുന്ന് തയ്ച്ചാൽ മതി. എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഡ്രസ്സിൻ്റെ ഓർഡർ ഇവിടേക്ക് വരണം, വർക്ക് ഓർഡർ വരണം. അപ്പോൾ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നും മറ്റു രാജ്യത്തു നിന്നും ഇൻകം കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ബിസിനസ്സുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. എല്ലാവരും ടെക്സ്റ്റൈൽ തുടങ്ങുന്നു, എല്ലാവരും ജ്വല്ലറി തുടങ്ങുന്നു, എല്ലാവരും റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിൽ കാര്യമില്ല.
ടൂറിസം ഒക്കെ എക്സ്ട്രീംലി ഡെവലപ്പ് ചെയ്തിട്ട് വേണം നമുക്കിനി റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ. അല്ലാതെ ഇനി റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ മറ്റേത് പൂട്ടിക്കൊണ്ടിരിക്കും. ഒന്ന് തുടങ്ങും ഒന്ന് പൂട്ടും, ഒന്ന് തുടങ്ങും ഒന്ന് പൂട്ടി തന്നെ. മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നും മറ്റു രാജ്യത്തു നിന്നും ക്യാഷ് വരുന്ന കൈൻഡ് ഓഫ് ബിസിനസ്സുകളിലാണ് ടാൽറോപ്പ് ഫോക്കസ് ചെയ്യാൻ സമൂഹത്തിനോട് പറയുന്നത്. അതിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ സാധ്യതകൾ സുലൈമാനിക്ക കാരാടൻ ലാൻഡ്സിനും കൂടി കണക്ട് ചെയ്യാൻ കഴിയുന്നതോടുകൂടി നമ്മുടെ കൊളാബറേഷൻ വലിയൊരു വിജയകരമാകും. എന്തായാലും ഇന്നത്തെ ദിവസം കുറച്ച് സമയം നമ്മുടെ ഈ പോഡ്കാസ്റ്റിന് വേണ്ടി മാറ്റി വെച്ചതിന് വളരെയധികം താങ്ക്സ്. നമ്മുടെ കൊളാബറേഷൻ വലിയ സക്സസ് ആണ്. നിങ്ങളുടെ ഓഫീസ്, നിങ്ങളുടെ അറേഞ്ച്മെന്റ്, നിങ്ങളുടെ സെറ്റപ്പ് ഒക്കെ ഞാൻ ഇന്ന് കാണാണ്. സത്യത്തിൽ വളരെയധികം സന്തോഷം. കുറേ പഠിക്കാനുണ്ട്. ഇപ്പം എൻ്റെ പ്രായത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കുറേ പഠിക്കാനുണ്ട് സഫീർ. വളരെയധികം സന്തോഷം. ഈ ഒരു എന്താ പറയുക, ഇന്നത്തെ ഒരു ബ്രോഡ്കാസ്റ്റ്, നിങ്ങളുടെ ഈ സെറ്റപ്പ് ഒക്കെ വളരെ നന്നായി. കുറേ വിവരങ്ങളും അറിവുകളും നമുക്ക് യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ കഴിഞ്ഞു. ഇതിലൊക്കെ കുട്ടികൾ, അതേപോലെ നിങ്ങളെ പാർട്ട്ണറെ, നിങ്ങളെ വൈഫിനെ കണ്ടു. അതും നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു, അവരുടെ നിന്നും കുറേ പഠിക്കാനുണ്ടായത് നമുക്ക്. അപ്പോൾ വലിയൊരു സെറ്റപ്പാണ്. നിങ്ങളെ കൂടെ അല്ല കുറേ 1600-1700 ജോലിക്കാരുണ്ട് നിങ്ങളുടെ കൂടെ. അവരും ഭയങ്കര സെറ്റപ്പ്. ഞാനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. എല്ലാവരും പോണു വരുന്നു. ആ സിസ്റ്റം അവർ വളരെ കറക്റ്റാകുന്നു. അപ്പോൾ എന്തായാലും പിന്നെ എപ്പോൾ കാണുമ്പോഴും നിങ്ങൾ ചിരിച്ചുകൊണ്ട്, അതാണ് ഏറ്റവും വലിയ. ഞാൻ സഫീർ കാണുമ്പോൾ സഫീർ എപ്പോഴും ചിരിച്ചുകൊണ്ട് ഹാപ്പി മൂഡിലാണ്. അതാണ് നമുക്ക് ഏറ്റവും വലുത് വേണ്ടത്. ടെൻഷൻ ഇല്ലാത്തൊരു ഒരാൾ. ഫോണാണെങ്കിലും അധികം വരാറില്ല. ഒക്കെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.